മറ്റൊരു വാർത്ത, മാസപ്പടി കേസിൽ CMRLനെ കോടതിയിൽ ശക്തമായി എതിർക്കാൻ ED. തെളിവുകൾ മുദ്രവച്ച കവറിൽ നൽകും. റെയ്ഡിൽ നിന്ന് ലഭിച്ച തെളിവുകളും കോടതിയിൽ ഹാജരാക്കും. EDക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആവും ഹാജരാവുക. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എന്താണ് ഈ വിഷയത്തിൽ EDയുടെ നീക്കം? കോടതിയിൽ എന്ത് നിലപാടെടുത്തുകൊണ്ടായിരിക്കും CMRLനെ എതിർക്കുക? സജിത്ത്, കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡുകളിൽ നിന്നും പിടിച്ചെടുത്തുള്ള രേഖകൾ ശക്തമാണ് എന്നാണ് EDയുടെ ഭാഗത്തുനിന്നും അറിയാൻ കഴിഞ്ഞത്. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് EDയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. പ്രത്യേകിച്ചും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ ഹർജി തള്ളുകയും, അതായത് EDയുടെ അന്വേഷണം നിർത്തിവെക്കണം, അന്വേഷണത്തെ സ്റ്റേ ചെയ്യണമെന്നുള്ള CMRLന്റെ ഹർജി, ആ ഹർജി സിംഗിൾ ബെഞ്ച് തള്ളുന്ന സാഹചര്യത്തിൽ അന്വേഷണം തുടരാമെന്ന് തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ആ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ED അടിയന്തരമായി നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് CMRL വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഈ 2 ദിവസം കോടതി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അടിയന്തരമായുള്ള നടപടിക്രമങ്ങൾക്കുള്ള നീക്കം തന്നെയാണ് EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വീണ ടിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് അടിയന്തരമായി ഹാജരാക്കാനുള്ള സമൻസ് അയക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട CMRL MD ശശിധരൻ കർത്തയ്ക്കും മകൻ ശരൺ കർത്തയ്ക്കും ഒക്കെ സമൻസ് അയക്കുന്നുണ്ട്. വിശദമായി ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് EDയുടെ നിലപാട്. അതേസമയം തന്നെ ഹൈക്കോടതിയിൽ ED ശക്തമായി എതിർക്കാനാണ്, CMRLനെ ശക്തമായി എതിർക്കാനുള്ള നീക്കമാണ്. അതിന് അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് EDക്ക് വേണ്ടി ഹാജരാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ശക്തമായ തെളിവുകൾ ഈ PMLA നിയമത്തിൽ പെടുന്ന രേഖകൾ ഈ റെയ്ഡിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് EDയുടെ വാദം. അതുമാത്രമല്ല, SFIOയുടെ കുറ്റപത്രം എന്ന് പറയുമ്പോൾ അത് ശരിക്കും പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് എന്നാണ് അതിന്റെ ടെക്നിക്കൽ ടൈം. പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് SFIO സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ED അന്വേഷണത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഇത് തന്നെ ഈ കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമത്തിൽ ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അത്തരം തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടന്നിട്ടുണ്ട്. അത് നമുക്കറിയാം. അതായത് നികുതി വകുപ്പ് 1.72 കോടിയുടെ വ്യത്യാസമായിരുന്നു കണ്ടെത്തിയത്. അത് പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ ഈ CMRL ഇവർക്ക് എക്സാലോജിക്കിന് നൽകി വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ അത് തന്നെയായിരുന്നു മാസപ്പടി കേസിലേക്ക് വഴിതിരിച്ചു വിട്ടത്. ആ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ 1.72 കോടി കണ്ടെത്തിയപ്പോൾ പിന്നീട് അത് 2.8 കോടിയായി. അത് വീണ തൈക്കണ്ണിന് 5 ലക്ഷം രൂപയുടെ അക്കൗണ്ടിലേക്കും CMRLന് എക്സാലോജിക്കിന് 2 ലക്ഷം രൂപയും എന്നുള്ള കണക്കിലായിരുന്നു പോയിരുന്നത് എന്നുള്ളതാണ് വെച്ചിരിക്കുന്ന ഒരു കണക്ക്. അത് ആ കണക്ക് കൊണ്ട് തന്നെ 2.8 കോടി രൂപയുടെ വ്യത്യാസമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ തിരിമറികളൊക്കെ ഇവിടെ വീണയുടെ കമ്പനിക്ക് CMRL 50 ലക്ഷം രൂപ ലോൺ തിരിച്ചടവ് മുടങ്ങിയിട്ടും തിരിച്ചടവില്ലാതെ ലോൺ നൽകിയിരിക്കുന്ന സാഹചര്യം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരും. അത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമ ഭാഗമായിട്ട് രേഖകളൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് EDയുടെ പ്രധാനപ്പെട്ട പരിശോധന. അത് തന്നെയാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം വീണയുടെ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരുന്നു. ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റ് അക്കൗണ്ടുകൾ പരിശോധിക്കും. ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്ത ഡിജിറ്റൽ ഡിവൈസുകളിൽ വീണയുടെ ഫോണുമുണ്ട്. വീണയുടെ സാമീപ്യത്തിൽ ഫോണിന്റെ പരിശോധന നടത്തുമോ, അതല്ലെങ്കിൽ കൂടുതൽ പരിശോധന ED നടത്തിയ ശേഷം വീണ ചോദ്യം ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ അല്പം സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വീണയ്ക്ക് അടിയന്തരമായി സമൻസ് അയക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ്. മാത്രമല്ല, ഹൈക്കോടതിയിൽ വലിയ വാദങ്ങളായിരിക്കും CMRLനെതിരെ ED ഉന്നയിക്കുക. CMRLും അതുപോലെ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ കൊണ്ടുവന്ന് ഈ കേസ് വാദിക്കാനുള്ള നീക്കത്തിലുമാണെന്ന് അറിയുന്നു. ശരി, അതാണ് സാഹചര്യം. എന്തായാലും CMRLനെതിരെ ശക്തമായ നിലപാട് ED കോടതിയിലെടുക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.